പ്രതീക്ഷയുടെ വലിയ കിരണം അങ്ങ് കർണാടകയിലെ മണ്ണിൽ തെളിഞ്ഞിരുന്നു. ആദ്യം ആ ലോഹ സാന്നിധ്യം നമ്മുടെ അർജുനെ കവചം ചെയ്ത ലോറിയാണോ? കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയെടുത്ത് നിരാശയാണ് ഫലം. പക്ഷേ കൈവിടില്ല പ്രതീക്ഷ. ലോറിയുടെ ഭാഗങ്ങൾ അവിടെ കണ്ടെത്താൻ താൽക്കാലികമായി ആകുന്നില്ലെങ്കിലും തെരച്ചിൽ തുടരുകയാണ്. തുടക്കത്തിലെ കർണാടക സർക്കാരിൻ്റെ അനാസ്ഥ കേരള ഇടപെടലിൽ മറനീക്കിയെങ്കിലും പ്രശ്നങ്ങൾ ബാക്കിയാണ്. ഏറ്റവും ഒടുവിൽ മലയാളികളോട് മാറാൻ കർണാടകയിലെ കാക്കിയുടെ പ്രാദേശിക ഹുങ്ക് പ്രതികരിച്ചത് ഞങ്ങൾ അറിഞ്ഞു. ഇപ്പോൾ അതിനോട് ആ ഭാഷയിൽ പ്രതികരിക്കാൻ ഞങ്ങൾ സമയം കളയുന്നില്ല. പക്ഷേ ചെവിയിൽ നുള്ളുക, ഞങ്ങളുടെ ജീവൻ രക്ഷാപ്രവർത്തകരോട് നിങ്ങൾ എന്തെങ്കിലും അതിക്രമം കാട്ടിയാൽ ഇവിടെ ഒരു സുശക്തമായ സർക്കാരുണ്ട്. അത് നിങ്ങളെപ്പോലെയല്ല. നിയമത്തിന് മുന്നിൽ നിങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. സുപ്രീം കോടതി ഹൈക്കോടതിയോട് പരിഗണിക്കാൻ ആവശ്യപ്പെട്ട വ്യവഹാരത്തിൻ്റെ വിവരങ്ങൾ കൂടി ഇന്ന് ചേർക്കാനുണ്ട്. ഇതൊക്കെ സമഗ്രമാക്കിയുള്ള ചർച്ചയാണ് ഈവനിംഗ് ഡിബേറ്റ് പോകുന്നത്. മേജർ ഹേമന്ത് രാജ്, ഗുണാക്കേവിൽ നിന്നും രക്ഷപ്പെട്ട സുഭാഷ്, രാജ്ഗോപാൽ കമ്മത്ത് ശാസ്ത്രജ്ഞൻ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഒപ്പം മാധ്യമപ്രവർത്തകൻ വിനോദ് പായം എന്നിവരൊക്കെ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കാൻ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ ഹേമന്ത്, മേജർ ഹേമന്ത് രാജ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ഹേമന്ത് രാജ്, ഈ കർണാടകയിലെ സ്ഥിതിഗതികൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും ഹൃദയബീപ്പോടു കൂടിയാണ് ഹൃദയമെടുപ്പോടു കൂടിയാണ് നാം ചെവി ഓർക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ച സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് പരിധിയപ്പോൾ ലഭിച്ചത് അവിടെ ലോറി ഇല്ല എന്നാണ് ഇപ്പോൾ കണ്ടെത്താനാകുന്നത്. പക്ഷേ തെരച്ചിൽ അവസാനിപ്പിച്ചില്ല, തുടരുകയാണ്. കാരണം ഈ പെട്ടിമുടിയിലടക്കം നിരവധി ഓപ്പറേഷനുകളിൽ ഇടപെട്ട പരിചയം കൂടിയുണ്ട് ശ്രീ മേജർ ഹേമന്ത് രാജിന്. അതുകൂടി ചേർത്ത് ഈ സാഹചര്യങ്ങളെ ഒന്ന് ഞങ്ങൾക്കായി വിവരിക്കാം. ബേസിക്കലി നമ്മൾ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിയുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് അതിന്റെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് നീങ്ങുകയും അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഡീപ്പ് സെർച്ചിങ് റഡാർസ്, മെറ്റൽ ഡിറ്റക്ടർ. ആദ്യം ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ റഡാർ അല്ലെങ്കിൽ ഈ ഡിറ്റക്ടിങ് മെഷീൻസ് ഡിറ്റക്ട് ചെയ്യുന്നത് മെറ്റലാണ്. അതായത് നാച്ചുറൽ അല്ലാത്ത ആർട്ടിഫിഷ്യലായ ഏതെങ്കിലും ഒരു മെറ്റലിന്റെ സാന്നിധ്യം, അത് അലുമിനിയം, സ്റ്റീൽ, അയൺ, എന്തെങ്കിലും ഒരു മെറ്റലിന്റെ സാന്നിധ്യമാണ് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഇത് നേരത്തെ ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു മെറ്റലാണ്, അത് ലോറിയുടേതാണെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇത് കുഴിച്ചു നോക്കുക തന്നെ വേണം. സോ നമ്മൾക്ക് ഇങ്ങനെ ഒരു മാസിലും നമ്മളിപ്പോ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ കണ്ടാൽ മനസ്സിലാവും ഒരു നീളത്തിൽ ഒത്തിരി സ്ഥലത്ത് മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. എവിടെയാണ് തുടങ്ങേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ വിഷയം. അതിനാണ് നമ്മൾ ഈ ഒരു എയ്ഡായിട്ട് ഇങ്ങനെ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ച് നോക്കുന്നത്. സോ ഇത് നമുക്ക് 3-4 സ്ഥലങ്ങളിൽ റഡാറിൽ മെറ്റൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലം കുഴിച്ചു നോക്കി, അവിടെ ഇല്ല, നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് നീങ്ങും. ഇത് ഒരു സ്ഥലത്തില്ല എന്ന് വെച്ച് നമ്മൾ നിർത്തുകയല്ല, നമ്മൾ വീണ്ടും അടുത്ത എവിടെയാണോ സിഗ്നൽ കണ്ടത് അവിടെ കുഴിക്കാൻ തുടങ്ങും. അതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു മഴയുടെ സാഹചര്യം കൂടിയാണ്. നമ്മൾ എത്ര കുഴിക്കുന്നോ അല്ലെങ്കിൽ എത്ര മണ്ണ് മാറ്റുന്നോ അവിടെ വീണ്ടും മണ്ണ് ഒലിച്ച് വെള്ളവും ചെളിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ റഡാർ അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ജസ്റ്റ് അത് ലോറിയുടെ സാന്നിധ്യമല്ല, മെറ്റലിന്റെ സാന്നിധ്യമാണ് കാണിക്കുന്നത്. അതെന്തുമാകാം. അത് ആണ് ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷൻ. സോ നെക്സ്റ്റ് സ്റ്റേജ് നമ്മൾ അതിന്റെ അടുത്ത ഒരു സ്ഥലത്തേക്ക് വീണ്ടും മണ്ണ് മാന്തി നോക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീ ഹേമന്ത് രാജ്. കാരണം നോക്കൂ, ഈ പെട്ടിമുടിയിലൊക്കെ ഈ ദുരന്തമുണ്ടായി തൊട്ട് പിറ്റേന്ന് തന്നെ താങ്കളുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ എത്തുകയും പരിശോധന നടത്തി. ഏതാണ്ട് ഇതിന് സമാനമായ സാഹചര്യമാണ്. ഇതിനേക്കാൾ കൂടുതൽ പേർ അടിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതിന് സമാനമായ ചില സാഹചര്യങ്ങളുണ്ട്. ഈ അപകടങ്ങൾ പോലെ അല്ലെങ്കിൽ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പോലെ ഒരു ഗോൾഡൻ ടൈം ഉണ്ടല്ലോ എല്ലാത്തിനും. ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ രീതിയിലുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നടത്തി തെരച്ചിൽ നടത്തിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ വിജയിക്കാമായിരുന്നു. തീർച്ചയായും, ഉറപ്പായിട്ടും. കാരണം ഈ ഒരു വിഷയത്തിൽ പോലും ഞാൻ പേഴ്സണലി ഈ വിഷയം തുടങ്ങി മാൻ മിസ്സിങ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു ബന്ധുവാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തി. ഇത് സംഭവിച്ചപ്പോൾ തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യും. ഞാൻ പേഴ്സണലി അവിടുത്തെ പല ആളുകളുമായിട്ട് ആദ്യത്തെ 2 ദിവസം ഒരു അനക്കവും അവർക്ക് കാണാൻ കഴിയില്ല. അത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്ത് അങ്ങനെയല്ല. നമ്മുടെ പെട്ടുമുടി എന്നൊക്കെ പോട്ടെ, പെട്ടുമുടിയിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് വളരെ സമാനമാണെങ്കിൽ പോലും ഇതിനെക്കാട്ടിലും വളരെ ദുഷ്കരമായ ഒരു റീജിയണും
അതിനെക്കാട്ടിലും ഒത്തിരി ആളുകളും കുടുങ്ങിക്കിടന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതിന്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു സ്ട്രക്ചേർഡ് രീതിയുണ്ട്. ഒരു നല്ല ലീഡർഷിപ്പിന്റെ കീഴിൽ കൃത്യമായിട്ട് ആളുകൾക്ക് ഡയറക്ഷൻ കൊടുക്കുകയും എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതൃത്വമുണ്ട്. അതിന്റെ കൂടെ തന്നെ അതിനൊക്കെ SOPs ഉണ്ട്, അതിന്റെ റിഹേഴ്സൽസ് നടത്താറുണ്ട്, അതിന്റെ അപ്ഡേറ്റ്സ് എടുക്കാറുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനം ശരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു മാതൃകയാണ് എങ്ങനെയാണ് ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം എല്ലാത്തിനും താങ്കൾ പറഞ്ഞതുപോലെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ആ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്താ, ഇപ്പോൾ ഈ അടുത്ത് തന്നെ തിരുവനന്തപുരത്ത് ജോയ് എന്ന മനുഷ്യന്റെ അതിനുവേണ്ടി ശരിക്കും നിങ്ങൾ ആ വിഷ്വൽസ് എടുത്ത് നോക്കിയാൽ എപ്പോഴും അത് അറിഞ്ഞ ആ നിമിഷം മുതൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്പോട്ടിൽ നിന്ന് മാറിയിട്ടില്ല. ആ ബോഡി കണ്ടെടുക്കുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവർ വേണ്ട രീതിയിലുള്ള ഡിസിഷൻസ് കൊടുക്കുകയും കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഇവിടെ ആദ്യത്തെ 2-3 ദിവസം അതുണ്ടായിട്ടില്ല. നമ്മുടെ ആളുകൾ, നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെ ഏറ്റെടുത്ത് അവിടെ പ്രഷർ കൊടുത്തതിൽ പിന്നെയാണ് അവിടെ ഈ രീതിയിലുള്ള ഒരു സംവിധാനം വന്നതും. ഈ മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഒക്കെ ആദ്യം വന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഈ കാര്യങ്ങൾ നേരത്തെ നമുക്ക് അത് നമ്മളിപ്പോ ചെയ്യുന്നത് എന്താണ്, ഒരു സ്ഥലത്ത് അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയല്ലോ, അതും ഇതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. അത് അന്നേ നമുക്ക് ഉറപ്പുവരുത്താൻ ഈ ഭാഗത്തില്ല, അങ്ങനെ പല ഭാഗത്തില്ല എവിടെയെങ്കിലും അത് കാണണം. അങ്ങനെയാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. ശ്രീ ഹേമന്ത് രാജ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെയാണ്. കാരണം നമുക്ക് ഒരാളാണോ 100 പേരായാലും ഒരാളായാലും എല്ലാം നമ്മൾ ഒരേപോലെ ജാഗ്രതയായി അവിടെ ആ ഒരു സിസ്റ്റം അവിടെയില്ല. നമ്മൾ ആരെയും കുറ്റം പറയുകയല്ല, അല്ലെങ്കിൽ പ്രാദേശികമായ ഉയർത്തുകയുമല്ല, വസ്തുതാപരമായ ചില വിവരം. കാരണം മാധ്യമപ്രവർത്തകരൊക്കെ പറഞ്ഞ കാര്യം, ഒരു ഡ്രൈവർക്ക് ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുണ്ടോ കേരളത്തിലെന്നാണ് കർണാടകയിലെ പോലീസ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. അത് പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊക്കെ അത് അടിച്ചു വരികയും ചെയ്തു. അപ്പോൾ അവരതിനെയൊക്കെ കാണുന്നത് അങ്ങനെയാണ്. കേരളത്തിൽ നിന്ന് ഒരുപാട് കാതം ദൂരെയാണ് ആ അർത്ഥത്തിൽ കർണാടകയുടെ രാഷ്ട്രീയ സാമൂഹിക പരിസരം എന്നുള്ളതാണ്. അതൊക്കെ പോകട്ടെ, ഇപ്പോൾ നമുക്ക് അർജുനെ കണ്ടെത്താൻ വേണ്ടി ഇപ്പോൾ സൈന്യം തീവ്രമായി അവിടെ ഇടപെടുകയാണ്. സൈന്യത്തിൻ്റെ ഈ തെരച്ചിലിൽ നേരത്തെ ഉള്ളതുപോലെയല്ല, താങ്കൾക്ക് വളരെ വിശ്വാസമുണ്ടല്ലേ? ഉറപ്പായിട്ടും. കാരണം സൈന്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സിലായിരിക്കും കൂടുതൽ. കാരണം സൈന്യത്തെ സംബന്ധിച്ച് ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. നമ്മളെ എക്സ്പേർട്ടേഴ്സ് ആണ് നമ്മൾ ആദ്യം മാനിക്കേണ്ടത്. നമുക്ക് ഏതൊരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിലും 2 കാര്യങ്ങളാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന്, അതിന്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്. നമ്മൾ ഏതൊരു കാര്യത്തെയും അതിന്റെ കൃത്യമായ ടെക്നിക്കൽ എക്യുപ്മെന്റ്സും ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ട്രെയിൻഡ് മാൻ പവറും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആദ്യം അവിടെ ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വ്യത്യാസം. ആ മെറ്റൽ ഡിറ്റക്ടേഴ്സും ബാക്കിയുള്ള എക്യുപ്മെന്റ്സും അവിടെ എത്തിക്കുകയും അത് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളുകൾ അവിടെ വരികയും ചെയ്യുന്നത് വലിയൊരു മാറ്റമാണ്. രണ്ടാമത്തെ കാര്യം, സൈന്യത്തെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ഒത്തിരി നിരവധി ഓപ്പറേഷനുകളിൽ പങ്കെടുത്ത എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് അതിന്റെ ലീഡേഴ്സ്. അവരവിടെ വരുമ്പോൾ കൊണ്ടുവരുന്നത് ആ ഒരു മാറ്റമാണ്. അവരുടെ നേതൃത്വത്തിൽ ബാക്കിയുള്ള നമുക്ക് മാൻ പവർ ഇഷ്ടം പോലെ കിട്ടും. മാൻ പവർ എന്ന് പറയുമ്പോൾ അതൊരു വിഷയമുള്ള കാര്യമല്ല. ട്രെയിൻഡ് മാൻ പവർ. ഇതൊരു ലാൻഡ് സ്ലൈഡ് മാത്രമല്ല, സൈന്യം സംബന്ധിച്ച് ഒത്തിരി ഈ മഞ്ഞ് മലകൾ ഇടിഞ്ഞ് അവലാൻഷയൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലും ഈ പരിചയമുള്ള ആളുകളാണ്. അവർക്കൊക്കെ അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് വളരെയധികം വിശ്വാസവുമുണ്ട്. ഉടനെ തന്നെ ഇതിനൊരു തീർച്ചയായും അത് വളരെ ശരിയാണ്. കാരണം ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മുടെ പാനലിൽ ഇപ്പോഴുള്ള ശാസ്ത്രജ്ഞൻ കൂടിയായ രാജ്ഗോപാൽ കമ്മത്ത് അന്ന് കൈരളി ന്യൂസിലൂടെ തന്നെ ആവശ്യപ്പെട്ടതാണ് എത്രയും വേഗം സൈന്യത്തെ വിളിക്കണം, സൈന്യം എത്തണം എന്നത്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, താങ്കൾ ഉണ്ട് ഇപ്പോഴും? ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്. അതെ, കാരണം ഹലോ, അതെ ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, നോക്കൂ, താങ്കൾ അന്ന് ആവശ്യപ്പെട്ടതാണ് സൈന്യം എത്രയും വേഗം എത്തണം, എന്നാൽ മാത്രമേ. ഇപ്പോൾ ശ്രീ ഹേമന്ത് രാജ്, മേജർ ഹേമന്ത് രാജും പറയുന്നത് അത് തന്നെ. സൈന്യത്തിൻ്റെ ഇടപെടൽ, കാരണം അവിടെയുള്ള എഫിഷ്യൻ്റായ മാൻ പവറാണ്, അവർക്ക് ഈ സാങ്കേതികമായി കൃത്യമായി അറിയാം, അതിൻ്റെ ട്രെയിൻഡാണ്. അതുകൊണ്ട് അവരുടെ ഈ പ്രവൃത്തി ഒരുപക്ഷെ പെട്ടെന്ന് ഫലം കാണുമെന്ന് തന്നെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം പെട്ടിമുടി അടക്കം, പിന്നീട് മലയിൽ കുടുങ്ങിയ ആ യുവാവിനെ രക്ഷപ്പെടുത്തി അടക്കം ഒരുപാട് ഓപ്പറേഷന് നേതൃത്വം നൽകി വിജയിച്ച ആൾ കൂടിയാണ് ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്.
അതായത് ആദ്യം തന്നെ നമ്മൾ ഒരു 3 ദിവസം താമസിച്ചു സൈന്യത്തെ വിളിക്കാനായിട്ട്. അത് മാത്രമല്ല, അവർ വന്നതിന് ശേഷവും അടുത്ത ദിവസം മാത്രമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകരണങ്ങൾ വെച്ചിട്ട് അവരുള്ള നിരീക്ഷണം തുടങ്ങിയത്. അത് വളരെ താമസിച്ചു പോയി. എന്തുകൊണ്ടാണ് അമാന്തം ഉണ്ടായതെന്ന് അറിയത്തില്ല. ആദ്യം തന്നെ കർണാടക സർക്കാരിന്റെ ആ ഒരു നീക്കം കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഒരു പോസിറ്റീവ് അല്ല തോന്നിയുകൊണ്ടാണ് അന്ന് സൈന്യത്തെ വിളിക്കാനായിട്ട് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു 19-ാം തീയതി ആണെന്ന് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചത്. പക്ഷെ വളരെ ലേറ്റായി പോയി. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഇത്തരത്തിലുള്ള ഈ ഡിസാസ്റ്ററിന്റെ കാര്യങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു 7 ദിവസം വരെയൊക്കെ സാധാരണ എർത്ത് പിന്നെ അതുപോലെ തന്നെ കെട്ടിടം ഇടിഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ അവര് റെസ്ക്യൂ ഓപ്പറേഷൻസ് തുടരാറുണ്ട്. പിന്നീട് പതിയെ പതിയെ നിർത്തലാക്കുകയാണ് പതിവ്. പക്ഷെ ഇവിടുത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇതൊരു ഈ ക്യാബിനകത്താണ് ഇവരുള്ളത്. അപ്പോ അർജുൻ നല്ല ഫിറ്റ്നസ് ഉള്ള ആളാണ്, കായികാധ്വാനം ഉള്ള ജോലി ചെയ്യുന്ന ആളാണ്, ഫിറ്റ്നസ് ഉണ്ട്. അപ്പോ ഓക്സിജൻ ഉണ്ടാവും. പക്ഷെ അതിനൊപ്പം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അത് മനുഷ്യൻ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം, വെള്ളം താഴേക്ക് ഒഴുകി പോകുന്നുണ്ടാവും. അത് മാത്രമല്ല, ലോറിയുടെ ക്യാബിനകത്ത് വെള്ളവും ഉണ്ടാവും. ഡീഹൈഡ്രേഷന് അവർക്ക് അനങ്ങാനൊക്കെ കഴിയുമെങ്കിൽ ഡീഹൈഡ്രേഷനുള്ള സാധ്യത കുറവാണ്. അപ്പോ ഈ ഓക്സിജൻ അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട് അവിടെ ജീവന്റെ തുടിപ്പുകൾ ഉണ്ടോ എന്നുള്ളത്. ഒരു അടുത്ത 48 മണിക്കൂർ. കാരണം ഇന്ന് നമ്മുടെ ഹൃദയം പൊടിക്കുന്ന രീതിയിലാണ് ആ സഹോദരി പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമല്ലല്ലോ, അവൻ എവിടെയാണെന്ന്. കാരണം അവർ പോലും ആ വേദനയിൽ നിന്ന് പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു ഘട്ടമുണ്ട്. അതൊക്കെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ കരുതാനാകില്ല. ജീവനോടുകൂടി തന്നെ നമ്മൾ അർജുനെ കണ്ടെത്തും. നമുക്ക് ഈ റെസ്ക്യൂ ഓപ്പറേഷന് മലയാളികളിൽ നിന്നോ കന്നഡികളിൽ നിന്നോ തമിഴിൽ നിന്നോ വലിയ വ്യത്യാസം കിട്ടും. മനുഷ്യരല്ലേ അവിടെ അവരെ രക്ഷിക്കുകയല്ലേ വേണ്ടത്. അതാണ് കേരള മോഡലിലോ. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു അപകടത്തിൽപ്പെടുന്ന ആൾ അതിഥി തൊഴിലാളിയാണോ അല്ലയോ എന്നൊന്നും നാം ചിന്തിക്കാറില്ല. നാം ജീവന് വേണ്ടി അവിടെ പ്രവർത്തിക്കുകയുള്ളൂ. ഓർമ്മയില്ലേ ഒരു നൗഷാദിനെ, മലയാളിയായ നൗഷാദിനെ, ഇതര സംസ്ഥാന തൊഴിലാളി ഓടയിലേക്ക് വീണപ്പോൾ ജീവൻ കളഞ്ഞ് പോയി രക്ഷിക്കാൻ ശ്രമിച്ച നൗഷാദിനെ ഓർമ്മയില്ലേ? അങ്ങനെ കേരള മോഡൽ അതാണ്. പക്ഷെ അതൊന്നും കർണാടകയ്ക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ കർണാടകയിലെ ചില സംവിധാനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കർണാടക ജനത ഒരു പക്ഷേ സ്നേഹമുള്ളവരാകാം, അവർ കൃഷി ചെയ്യുന്നത് അടക്കമാണ് നാം ഭക്ഷിക്കുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ ചില നിരാശകളുണ്ടായി. ഈ മാധ്യമപ്രവർത്തകനായ ശ്രീ വിനോദ് പായം കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. മാധ്യമപ്രവർത്തകൻ ശ്രീ വിനോദ് പായം, ഇന്ന് മലയാളികളോട് മാറൂ എന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന, നേരത്തെയും ഇതിന് സമാനമായ പല ഘടകങ്ങളും കർണാടകയിലെ സർക്കാരിൻ്റെ പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. മനാഫ് അത് പറയുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ നമ്മുടെ രഞ്ജിത്ത് ഇസ്രയേലിനെ, അതായത് രക്ഷാപ്രവർത്തനത്തിനായി കേരളത്തിൽ നിന്ന് പോയ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വരെ കൈവച്ച് തള്ളുന്ന സാഹചര്യമുണ്ടായി എന്ന് കേൾക്കുന്നു. എന്താണ് അവിടെ ആ അർത്ഥത്തിൽ സംഭവിച്ചത്? ശ്രീ വിനോദ് പായം, താങ്കളുടെ മാധ്യമപ്രവർത്തകൻ കൂടിയായുണ്ട്. ഞാനിപ്പം ഇതുവരെ ഹേമന്ത് സാറും രാജ്ഭർ സാറും ഒക്കെ പറഞ്ഞ് കേൾക്കുമായിരുന്നു. അതായത് ഇപ്പം സയൻറ്റിഫിക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനം എങ്ങനെയാവണം എന്നതിനെ സംബന്ധിച്ചാണ് അവരൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് സാധ്യമായ ഇടങ്ങളിൽ നടത്തുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കേരളത്തിൽ നിന്ന്, അതായത് മഞ്ചേശ്വരത്ത് നിന്ന് ഒരു 300-350 കിലോമീറ്റർ അപ്പുറത്ത് വേറെ ഏതോ ലോകത്ത് നടക്കുന്ന, വേറെ ഏതോ അനാസ്ഥയുടെ ലോകത്ത് നടക്കുന്ന ഒരു സംഭവം പോലെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് അർജുൻ്റെ ജീവന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കേണ്ട എന്ന് വെച്ചിട്ടായിരിക്കാം. പക്ഷേ നമ്മളവിടെ ഫീൽഡിൽ, അതായത് ചൊവ്വാഴ്ച മുതൽ നമ്മളിവിടെ ഫീൽഡിൽ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ വന്ന് ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്രീയമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ഒരു കോർഡിനേഷൻ ആവശ്യമാണ്. നമ്മളിപ്പോൾ പൊതുവിൽ ഒരു ജില്ല, ഇപ്പോൾ കാർവാർ ജില്ല, ഉത്തര കന്നഡ ജില്ലയുടെ അധിപരായിട്ടുള്ള കളക്ടറും SP ആണ് അതിന് നേതൃത്വം നൽകേണ്ടത്. ഇവിടെ ഓരോ വിഭാഗവും ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് അവർ തമ്മിലുള്ള ഈഗോ ആണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. പോലീസിന് ഒരു തരം ഈഗോ, ഫയർ സർവീസിന് വേറൊരു തരം ഈഗോ, കളക്ടർക്ക് വേറൊരു വിഷയം. അങ്ങനെ അത്തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റായിട്ട് ആൾക്കാർ, ആരോഗ്യ വകുപ്പിന് വേറൊരു വിഷയം. അങ്ങനെ കമ്പാർട്ട്മെൻറ്റായിട്ട് നിൽക്കുമ്പോൾ ഇതിനെ കോർഡിനേറ്റ് ചെയ്യേണ്ട ജില്ലാധികാരികൾ, കൃത്യമായിട്ട് തന്നെ സൂചിപ്പിക്കാം, ജില്ലാധികാരികൾ. ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇവിടുത്തെ ഉത്തര കന്നഡ SP നാരായണ സാറ്, അദ്ദേഹം പിന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഈ സെൽഫിയൊക്കെ എടുത്തിട്ടുള്ളതൊക്കെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അത് പോട്ടെ. പക്ഷേ അദ്ദേഹം എല്ലാ ദിവസവും ഫേസ്ബുക്കിൽ അപ്ഡേഷൻ നടത്താറുണ്ട്. നമ്മളൊക്കെ ഇപ്പം ജില്ലാ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ വാർത്തയുടെ അപ്ഡേഷൻ കിട്ടുന്നത് ജില്ലാ അധികാരികളുടെ സാമൂഹ്യ മാധ്യമ
പോയിന്റുകളിൽ നിന്നാണ്. ഇപ്പം മിനിഞ്ഞാന്ന് അദ്ദേഹം രാത്രി പറയുന്നു ഞങ്ങൾ ഇന്ന് തെരച്ചിൽ നിർത്തുകയാണ്, എന്നിട്ട് നാളെ രാവിലെ 6 മണിക്ക് കേന്ദ്രസേന എത്തുന്നതാണ്. അന്ന് വരെ കേന്ദ്രസേന എത്തുന്നതെന്ന് വെച്ചാൽ ഒരു ധാരണയും ഉണ്ടായില്ല. നാളെ രാവിലെ തന്നെ 6 മണിക്ക് തന്നെ കേന്ദ്രസേന എത്തുന്നു. ഈ 6 മണിക്ക് കേന്ദ്രസേന എത്തും എന്ന് പറയുമ്പം ഏതാണ്ട് 5:30 മുതൽ കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ആ പോയിന്റ് ഉണ്ട്. ആ ഭാഗത്ത് കടത്തി വിടുന്നില്ല, പക്ഷെ അതിന് മുമ്പേ അഡ്വാൻസ് ആയിട്ട് പോയിട്ട് അതിനെ വാച്ച് ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ 6 മണിയോടുകൂടി അവിടെ എത്തുന്നു. അന്ന് 2:30ക്കാണ് കേന്ദ്രസേന എത്തിയത്. അതെന്താണ് അതിൻ്റെ ഡിലേ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനൊരു കോർഡിനേഷൻ ഇല്ലാത്തതായിരിക്കാം. ഇത് തീരുമാനമെടുത്തു, പക്ഷെ തീരുമാനമെടുത്താൽ എപ്പോൾ വരണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതിന് തൊട്ട് തലേന്ന് നമ്മൾ ആൾറെഡി റിപ്പോർട്ട് ചെയ്തതാണ്. ഈ സുരത്കൽ IITയുടെ കുട്ടികൾ പഠിക്കുന്ന തരത്തിലുള്ള ചെറിയ റഡാർ, ഞാനതൊക്കെ നേരിട്ട് കാണുകയാണ്. കാരണം നമ്മൾ ഈ റഡാർ GPS സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ വലിയ എന്തോ സംഭവമാണെന്നൊക്കെ, ഇത് സാങ്കേതികത നമുക്കറിയാത്ത ആളായതുകൊണ്ട് നമ്മളിതിനെ വളരെ പ്രതീക്ഷയോടെ നോക്കുകയാണ്. പക്ഷേ വന്ന് ഒരു വീൽ ചെയർ പോലത്തെ ഒരു സാധനം ഉരുട്ടിക്കൊണ്ട് വന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഷോ കാണിക്കുന്നു. അപ്പോൾ അതിലുള്ള IIT വിദ്യാർത്ഥികളാണ് അവരുള്ളത്. അവരോട് ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, സാർ അതിങ്ങനെ വരാൻ പറഞ്ഞുകൊണ്ട് വന്നു എന്നേ ഉള്ളൂ, ഇതിനൊരു കപ്പാസിറ്റിയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സൈന്യം ഇറങ്ങിയിട്ടാണ് റഡാർ പോയിന്റിൽ 2-3 പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ 2 പോയിന്റിൽ 1-2 കാര്യമായിട്ട് പ്രതീക്ഷകളില്ല എന്ന് പറയുന്നു. നോക്കൂ, നമ്മളിപ്പോൾ കരയിലാണ് തെരച്ചിൽ നടത്തുന്നത്. ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെ നേരിട്ട് വന്നിട്ട് നടത്തിയ പ്രഖ്യാപനം എന്താണ്? കരയിൽ അർജുൻ ഇല്ല. അത് എങ്ങനെയാണ് അങ്ങനെ? നമ്മളിപ്പം ഒരു ഒഫീഷ്യൽ റിപ്പോർട്ട് നമുക്ക് കിട്ടുമ്പോൾ മുഖ്യമന്ത്രിയെ പോലെ അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയെ പോലെ പറയുമ്പോൾ അതാണ് ഫാക്റ്റ്, അതാണല്ലോ അതിൻ്റെ രീതി. പക്ഷേ നോക്കൂ, ഇന്നലെ വൈകിട്ട് 4 മണിക്ക് റവന്യൂ മന്ത്രി പ്രഖ്യാപിച്ചതിന് ശേഷവും നമുക്ക് അവിടെ പ്രതീക്ഷ വെക്കേണ്ടി വരുന്നു. കാരണം എന്താ? കേരളത്തിൽ നിന്ന് പോയ 100 ഏതാണ് 150ഓളം ജീവൻ രക്ഷാ പ്രവർത്തകർ അവിടെ ഫീൽഡിലുണ്ട്. ഇവർ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ സൈന്യവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ അവരായിട്ട് നല്ല കോർഡിനേഷനാണ്, ഒരു സംശയമില്ല. ഇതിനിടയ്ക്ക് അന്നേരമാണ് ഈ പോലീസിൻ്റെ ഈഗോ ഹർട്ടാവുന്നത്. കാരണം ഈ ദുരന്തം നടന്ന പോയിന്റിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ ദൂരെ എല്ലാവരും തടയുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാർവാർ MLA പരാതിപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം സ്വയം റിസ്കിലാണ്. അദ്ദേഹം വണ്ടി മുന്നിൽ പോകുന്നു, നമ്മളൊക്കെ പോകുന്നു. നമ്മൾ എല്ലാ വണ്ടികളും അങ്ങോട്ട് കയറ്റുന്നില്ല. അവിടുത്തെ കർണാടക PRD വണ്ടിയിൽ വന്നിട്ടാണ് നമ്മളൊക്കെ അവിടത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ സമയം ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് തിരിച്ചു. അത് തീർച്ചയായിട്ടും രക്ഷാപ്രവർത്തനത്തിന് അങ്ങനെ തന്നെ വേണ്ടതായിരിക്കാം. പക്ഷെ ഒരു ഡാറ്റയും തരുന്നില്ല എന്ന് മാത്രമല്ല, റോങ് ഡാറ്റയും തരുന്നു. ഇപ്പം ഇത് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് ഇനി കരയിൽ തിരയേണ്ടതില്ല എന്ന്. ഇത് നോക്കൂ, ഇന്ന് മൊത്തം കരയിലാണല്ലോ നമ്മൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പ്രതീക്ഷ അവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പറയുന്നതിന് ഒരു പരിധി. ഇപ്പോൾ നമ്മൾ ഈ ചില ഇൻസിഡൻറ്റ് ഞാൻ പറയാം. നമ്മൾ ബുധനാഴ്ചയോടുകൂടി ആണ് കേരളം അലർട്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലോടുകൂടി എല്ലാവരും ഇവിടെ മാധ്യമങ്ങളെത്തുന്നു, എല്ലാവരും എത്തുന്നു. പിന്നെ പോലീസ് ചാർജായിട്ട് കാസർഗോഡ് നിന്നുള്ള DYSP പ്രേംസദൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം വരുന്നു. പോലീസ് സംഘം ഇവിടെ പുലർച്ചെ 3 മണിക്കാണ് എത്തുന്നത്. പൊതുവേ പോലീസ് ഒരു ഫോഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലാണല്ലോ റിപ്പോർട്ട് ചെയ്തിട്ടും സഹായം അഭ്യർത്ഥിക്കേണ്ടത്. ഈ പ്രേംസദൻ സംഭാഷണത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ അങ്കോള പോലീസ് സ്റ്റേഷനിലെത്തി പുലർച്ചെ 3:30 എത്തുമ്പോഴത്തേക്ക് ഒരുപാട് തവണ തട്ടി വിളിക്കുമ്പോൾ അവർ പുറത്തിറങ്ങുന്നു. നിങ്ങളെന്താണ് ഈ അസമയത്ത്? നോക്കൂ, ഈ ആക്സിഡന്റ് നടന്നിട്ട് 2 ദിവസം മൺകൂലയുള്ളൊരു പ്രദേശത്തെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്ന DYSPയോട് മറ്റ് സ്റ്റേറ്റിലെ DYSPയോട് നിങ്ങളെന്തിനാണ് ഈ അസമയത്ത് വന്നിരിക്കുന്നു? അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രഷ് ആവാൻ ലോഡ്ജ് പിടിച്ചു തരാൻ്റെ സൗകര്യം എനിക്കറിയില്ല, ഞാനിവിടെ പുതിയ ആളാണ്, നിങ്ങൾ വല്ലതും ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ പുലർച്ചെ 3-4 മണിക്ക് അങ്കോള ടൗണിൽ കയറി അവർക്ക് മുറി കിട്ടിയിരിക്കുന്നത്. പിറ്റേന്ന് അവർ ഫുൾ യൂണിഫോമിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വരുന്നതാണ്. MVD ടീമുണ്ട്, പോലീസ് ടീമുണ്ട്. അവരിവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5 കിലോമീറ്റർ അപ്പുറത്തെ ചെക്ക് പോസ്റ്റ് തടയുകയാണ്. ചെക്ക് പോസ്റ്റ്, അതായത് ഇപ്പം നമ്മളൊക്കെ സിവിൽ ഡ്രസ്സിലാണ്, നമ്മൾ തടയാം, പിന്നെ മീഡിയ കയറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കയറ്റില്ല. പക്ഷേ അവർ നോക്കൂ, DYSP നെയിം ബോർഡുള്ള യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥനെ വേറൊരു സമാനമല്ല താഴ്ന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥൻ തടയുകയാണ്. നിങ്ങൾ ഇവിടത്തേക്കാണ് വരാൻ, നിങ്ങൾ ഓർഡർ ഇല്ലാതെ, അതായത് കമ്മീഷണറുടെ ഓർഡർ ഇല്ലാതെ, SP ഓർഡർ ഇല്ലാതെ വരാൻ പറ്റില്ല. ഈ DYSP കാസർഗോഡ് കളക്ടറെ വിളിക്കുകയും, കാസർഗോഡ് കളക്ടർ ഇവിടുത്തെ കളക്ടറെ വിളിക്കുകയും, ഇവിടുത്തെ കളക്ടർ ഇവിടുത്തെ SP വിളിക്കുകയും, ഇവിടുത്തെ SP ഈ കൺസേൺഡ് ഈ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ടാണ് കയറ്റുന്നത്. ഇത് ഇങ്ങനെ ഞാൻ തിരിച്ചെത്താം ശ്രീപായം. ഞാൻ ആ അനാസ്ഥയുടെ ആഴം വളരെ റണ്ണിങ് കമൻ്റായി താങ്കൾക്ക് പറയാനാകും. കാരണം താങ്കൾ ഇത്രയും ദിവസം അവിടെ ഒത്തുജീവിച്ച ഒരാളാണ് എന്നതുകൊണ്ടാണ്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, ഞാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്രയും സമയം കൊടുത്തത്. കാരണം ഇത് നേരിട്ട് അനുഭവിച്ചതാണ് ദിവസങ്ങളോളം അവിടെ ഫീൽഡിൽ നിന്നുകൊണ്ട്. അതായത് മന്ത്രി തലം മുതൽ താഴെ തലം വരെയുള്ള അനാസ്ഥ കർണാടകയുടേത്, കേരളവുമായൊന്നും സാമ്യപ്പെടുത്താൻ പോലും പറ്റാത്ത രാഷ്ട്രീയ യാഥാർത്ഥ്യം. ഇതൊക്കെ KC വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ്സുകാരും ഇവിടെ ഹോട്ട് സീറ്റിലിരുന്ന് പിടയ്ക്കുന്ന മാധ്യമ പ്രവർത്തകരും കാണേണ്ടതുണ്ട്.
ശ്രീ കമ്മത്ത്. ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട്. കാരണം ഭാരത് ബെൻസിന്റെ വണ്ടിയാണത്. അപ്പൊ അവർക്ക് ആധുനിക സംവിധാനങ്ങളുണ്ട്. അതായത് സോഫ്റ്റ്വെയറും ചിപ്പും ഉള്ള വാഹനമാണത്. അപ്പോ അതിൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള മെഷീൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഭാരത് ബെൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ പറ്റുമല്ലോ. അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അറിയാൻ പറ്റും. അല്ല, അത് ആദ്യഘട്ടത്തിൽ തന്നെ ഈ മനാഫ് എന്ന ലോറി ഉടമ ആദ്യം തന്നെ ഈ GPS ഒക്കെ നൽകിയതാണ്. ഈ ബെൻസ് കമ്പനിയുമായി ചേർന്ന് നൽകിയതാണ്. പക്ഷേ അവർ അന്ന് കണ്ടെത്തിയത് മലയുടെ താഴ്വശത്ത് തന്നെയാണ് ഈ ലോറി എന്നുള്ളതാണ്. പക്ഷെ അന്നൊന്നും അവിടെ തെരച്ചിൽ നടത്തിയില്ല. അവർ പുഴയിലേക്കാണ് പോയത് തെരച്ചിൽ നടത്താൻ, ഈ ദൃക്സാക്ഷികളെയൊക്കെ ലംഘിച്ച്. ഓണറിന്റെ GPS അല്ല ഞാൻ പറഞ്ഞത്, ട്രാക്കിംഗ് അല്ല, കമ്പനിക്ക് തന്നെ സോഫ്റ്റ്വെയറിന്റെ ട്രാക്ക് ചെയ്യാൻ പറ്റും. ചിപ്പുണ്ട്, കമ്പനിയുടെ തന്നെ ഒരു ചിപ്പ് ഉണ്ട് അതിനകത്ത്. ഒന്നിൽ കൂടുതൽ ചിപ്പുകളുണ്ട്. അപ്പൊ അതവർക്ക് കമ്പനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് സാറ്റലൈറ്റ് സംവിധാനങ്ങൾ വെച്ച് കമ്പനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഭാരത് ബെൻസ് കമ്പനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വളരെ ആധുനിക സംവിധാനങ്ങളുള്ള വാഹനമാണ് അവർ. അപ്പൊ ആ ഒരു മെത്തേഡ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും. പക്ഷെ അത് ശ്രമിച്ചിരുന്നു എന്നാണ് എൻ്റെ അറിവ്, പരിമിതമാണെങ്കിൽ പോലും. അതെങ്കിൽ അത് തെറ്റാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ കൂടി അധികൃതരെ ശ്രദ്ധ ചെലുത്തിക്കാവുന്നത് കൂടിയാണ്. ശ്രീ വിനോദ് പായത്തിലേക്ക് തന്നെ പോവുകയാണ്. ശ്രീ വിനോദ് പായം, അതായത് ഗുരുതരമായ അനാസ്ഥ, റിസോർട്ടുകളിലേക്ക് MLA-മാരെ കൊണ്ടുപോയ കർണാടകം നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒന്നും ഒരു 4/1 എഫർട്ട് ഈ മനുഷ്യജീവൻ രക്ഷിക്കാനായി അവർ കാട്ടിയിട്ടില്ല. ഏതാണ്ട് 10 പേർ, 13 പേർ, ഇന്ന് 3 പേരും കൂടി മിസ്സിംഗ് ആണ്. അത് നോക്കുമ്പോൾ ഏതാണ്ട് 10 പേര്, അതിൽ 7 പേരെ കണ്ടെത്തി. 6 പേർക്കാണ്, ഇന്ന് പോയവരടക്കം 6 പേർക്കാണ് തിരച്ചിൽ നടത്തുന്നത്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ. പക്ഷേ ഈ 3 പേരാകട്ടെ 7 ദിവസം മുമ്പ് കാണാതായതാണ്. ഇവരെവിടെയാണ്? ഇത്രയും വലിയ ലോറി കണ്ടെത്താൻ ഇവർക്കാകുന്നില്ല. ഇന്ന് ഹേമന്ത് സാറിന് പറഞ്ഞത് ഒരു പോയിന്റ് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഈ ഗോൾഡൻ അവർ എന്നൊക്കെ പറയുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിലെ ഒരു ആദ്യത്തെ സുവർണ്ണ നിമിഷങ്ങൾ. ഈ സുവർണ്ണ നിമിഷങ്ങൾ ചൊവ്വാഴ്ച രാവിലെ 8:30-ക്കാണ് സംഭവിക്കുന്നത്. ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും, ഞങ്ങൾ ബുധനാഴ്ച വൈകിട്ടാണ് ഇവിടെ എത്തുന്നത്. തീർച്ചയായും ശ്രീ വിനോദ് പായം ഞാൻ തിരിച്ചെത്താം. ഇതിന് സമാനമായ സാഹചര്യത്തിൽ പെടുകയും രക്ഷപ്പെടുകയും ചെയ്ത സുഭാഷ് ചന്ദ്രൻ, അതായത് ഗുണാക്കേവിൽ അകപ്പെട്ട് രക്ഷപ്പെട്ട സുഭാഷ് ചന്ദ്രൻ, സിനിമയ്ക്കൊക്കെ, പ്രമുഖമായ സിനിമയ്ക്കൊക്കെ, പ്രശസ്തമായ സിനിമയ്ക്കൊക്കെ നിദാനമായത് ഇവരുടെ ജീവിതമാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, കേൾക്കാമോ? കേൾക്കാം സാർ. അതായത് ഈ ഗുണാക്കേവ് മറ്റൊരു നാട്ടിലെ ഒരു വലിയ അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തവരാണ് നിങ്ങൾ. ആ അനുഭവം നേരിട്ട് തൊട്ടറിഞ്ഞവരാണ്. അതെ അതെ. ഈ ഇപ്പോഴത്തെ അർജുൻ്റെ സാഹചര്യം അതാണ്. അർജുൻ ജീവനോടെ മണ്ണിൻ അടിയിലോ എവിടെയോ ഉണ്ട്, ലോറിയുടെ കവചത്തിൽ എന്നൊക്കെയാണ് നാം ഇപ്പോഴും വിശ്വസിക്കുന്നത് ആഴമായി. എന്താണ് ഈ മറ്റു നാടുകളിലെ, ഇപ്പോൾ കർണാടകയിൽ നടക്കുന്നത് അനാസ്ഥയാണ്. അവർക്ക് ഒരു ജീവൻ രക്ഷിക്കാനൊന്നും ഒരു കരുതൽ നമ്മുടെ കേരളത്തെ പോലൊന്നും ഇല്ല. അത്രേ പ്രാദേശികവാദമൊന്നുമല്ല, വസ്തുതയാണ്. ഓക്കെ സാർ. അപ്പോൾ നമ്മൾ മറ്റുള്ളൊരു സ്റ്റേറ്റിൽ ഒരു അപകടത്തിൽ പെടുമ്പോൾ, ഇപ്പൊ എൻ്റെ സമാനമായ സംഭവം എടുത്താലും അധികൃതര ഭാഗത്ത് നിന്നുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയിലൂടെ കണ്ടതാണ്. ആരും നമ്മളെ സഹായിക്കാനും ഒന്നും ഉണ്ടായില്ല. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഇറങ്ങിയാണ് നമ്മളെ രക്ഷപ്പെടുത്തിയത്. അപ്പൊ ഈ അർജുന് വേണ്ടിയുള്ള തെരച്ചിലിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രങ്ങളിലൂടെയും ന്യൂസ് ചാനലുകളിലൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നതിൽ നമുക്കൊരു സങ്കടമുണ്ട്. അവരുടെ വീട്ടുകാരും എത്രയോ ദിവസങ്ങളായി അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കതിലൊക്കെ ഒരു സങ്കടമുണ്ട്. അപ്പൊ അതിനുള്ള ഒരു നിയമ നടപടികളൊക്കെ ഇതിനു മുമ്പേ നടക്കേണ്ടതായിരുന്നു എന്നതിലാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. ഇതിപ്പോ വളരെ വൈകി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഗുണാക്കേവിൽ അകപ്പെട്ട് സുഭാഷ് ഉണ്ടായപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഇതുപോലെ സമാനമായ രീതിയിൽ അധികൃതരുടെ എടുത്തു പോയതാണ്. പക്ഷെ അവരൊന്നും സഹായിച്ചില്ല. അതൊക്കെ ഒരുപക്ഷെ സുഭാഷ് കൃത്യമായി പിന്നീട് അറിഞ്ഞിട്ടുണ്ടാവും സുഹൃത്തുക്കളിൽ നിന്ന്. അങ്ങനെ ഒരു സമാനമായ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് കർണാടകയുടെ ഭാഗത്തുനിന്ന്. അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടാവും എന്ന് വിശ്വസിക്കാണ് എനിക്കിഷ്ടം. ഒരു ലോറിയിൽ അത്രയും ദിവസത്തെ ഓക്സിജൻ ഉണ്ടാവും, അദ്ദേഹത്തെ ജീവനോടെ പുറത്തിറക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. തീർച്ചയായും. ഈ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ സുഭാഷിന് എന്താണ് തോന്നുന്നത്? ഞാൻ അദ്ദേഹത്തിനുവേണ്ടി ഈ വാർത്തകൾ വന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അല്ലാതെ നമ്മളും ഒരു സാധാരണക്കാരനാണല്ലോ, എന്ത് ചെയ്യാനാണ്? അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ എനിക്ക് വേറൊരു ഇതുമില്ല ചെയ്യാനായിട്ട്. ഇപ്പൊ സാറ് ഇത് വിളിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ഒരു ആശങ്ക പങ്കുവെച്ചു, എൻ്റെ ഒരു ഇത് അറിയിച്ചു.
തീർച്ചയായും. കാരണം സുഭാഷിനെ ഇത് കാണുമ്പോൾ സുഭാഷ് ഉൾപ്പെട്ട ആ സാഹചര്യവുമായിട്ട് വല്ലാതെ സാമ്യം തോന്നി അല്ലേ? അതെ അതെ, സാമ്യം തോന്നിയായിരുന്നു എനിക്കത്. ഈ സാഹചര്യങ്ങളും അതെ, കാരണം അവരൊക്കെ നിരാശയാണല്ലോ നിരന്തരം തന്നുകൊണ്ടിരുന്നത്, ഈ കർണാടക സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ നൽകുന്നത് പോലെ അല്ലേ? അതെ അതെ അതെ. ഇതുപോലെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടില് പെട്ടെന്ന് ഇടപെടാനുള്ള ഒരു സംവിധാനം ഇല്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും പെട്ടെന്ന് ഇടപെടാനുള്ള ഒരു സംവിധാനം ഇല്ലെന്ന് അറിയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഇതിലൊരു ചെറിയൊരു നിരാശയുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളൊന്നും അതിനെതിരെ എത്രയോ ദിവസങ്ങളായി അതിനുള്ളൊരു നിരാശയുണ്ട്. അവരെ ബാധിക്കുന്നവരെ ഇത് എന്തോരം ബാധിച്ചിട്ടുണ്ടോ, എത്ര ദിവസങ്ങളായി അവര് ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കയിൽ കഴിയുന്നു. അവരുടെയൊക്കെ വിഷമം അത് എല്ലാവരും മനസ്സിലാക്കണം. തീർച്ചയായിട്ടും. കാരണം ഇത് അനുഭവിച്ച ആൾ എന്ന നിലയിൽ സുഭാഷ് പറയുന്നത് കൂടുതൽ കാതോർക്കേണ്ടതുണ്ട്. ഞാൻ സുഭാഷിലേക്ക് തിരിച്ചെത്താം. സുഭാഷ് ദയവായി ഒന്ന് തുടരാൻ പറ്റുമെങ്കിൽ തുടരൂ. ശ്രീ വിനോദ് പായം, ഇതാണ് കേരളത്തിന് പുറത്ത് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടാൽ ഒരുപക്ഷെ ഉടനടി ഒരാളെ അപകടത്തിൽപ്പെടുന്നവരെ രക്ഷപ്പെടുത്താനുള്ള മിറാക്കിളൊന്നും ലോകത്തില്ല. അത് ശരിയായിരിക്കാം. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമായതുകൊണ്ട് സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ, പക്ഷേ ഒരു എഫർട്ടുണ്ടല്ലോ, ഒരു അനുകൂല സാഹചര്യത്തെ ഉപയോഗിച്ച് ആ ജീവനെ രക്ഷിക്കാനുള്ള ഒരു കരുതലുണ്ടല്ലോ, അത് കേരളത്തിനുണ്ട്, ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഇവരിൽ കാണുന്നില്ല. കർണാടകയിലും അതെ, ഇനി തമിഴ്നാട്ടിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അതും അതെ. തീർച്ചയായും ഇതിൽ നേരത്തെ സാറ് പറഞ്ഞ ഈ ഗോൾഡൻ അവറിൽ ആ ഒരു കൺസെപ്റ്റ് ഇവിടെ ഉദിക്കുന്നില്ല. കാരണം ഏതാണ്ട് 3 ദിവസം പൂർണ്ണമായിട്ടും ആ പ്രദേശത്തെ അവോയ്ഡ് ചെയ്തിട്ട്, അതായത് അവിടെ നിന്ന് മിസ്സിങ് ആയി എന്ന് പറയുന്ന 7 പേരെക്കുറിച്ച് തദ്ദേശീയർക്ക് ധാരണയുണ്ട്. ആ മിസ്സിങ് ആയിട്ടുള്ള ആൾക്കാരെ അതിന് മുമ്പ് ഇത്ര പേർ മിസ്സിങ് ആയി എന്നുള്ളതല്ല ഇവർ നോക്കുന്നത്. അവിടെ നിന്ന് തെറിച്ചു പോയി പുഴയിലൂടെ, ഗംഗാവലി പുഴയിലൂടെ ഒഴുകിപ്പോയിട്ട് ഗോകർണം അഴിമുഖം വരെ എത്തിയിട്ടുള്ള ബോഡികൾ 7 അവർക്ക് കിട്ടി. അപ്പോൾ 7 പേർ മിസ്സിങ് ആയി എന്ന രീതിയിലാണ് വാർത്തകൾ വന്നത്. ആദ്യത്തെ ചൊവ്വാഴ്ച ദിവസം, ബുധനാഴ്ച ദിവസം അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. 7 പേർ മരിച്ചു എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഈ മണ്ണിടിഞ്ഞിട്ട് ഗംഗാവലി പുഴയുടെ നടുവിൽ വീണിട്ട് ആ മണ്ണിൻ്റെ തള്ളലിൽ, വള്ളത്തിൻ്റെ തള്ളലിൽ അപ്പുറത്ത് ഉൺസൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആ സ്ഥലത്ത് 6 വീടുകൾ കൂടി തകർന്നിട്ടുണ്ട്. ആ 6 വീടുകൾ തകർന്നതിൽ അവിടെ 2 പേർ മിസ്സിംഗ് ആണ്. അതിൽ ഒരു ബോഡി കിട്ടി, ഒരു ആളെ കൂടി കിട്ടാനുണ്ട്. ഞങ്ങൾ ഇന്നലെ മുഖ്യമന്ത്രി അവിടത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അപ്പുറത്തൊരു പ്രസ് മീറ്റൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. അവരതിൻ്റെ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. വലിയ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ പത്രസമ്മേളനം നടത്താതെ തിരിച്ചു പോവുകയായിരുന്നു ഉണ്ടായത്. അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുമ്പം അപ്പുറത്തെ ഹുൻസൂറിലെ പ്രദേശത്തെ കുറേ ആൾക്കാർ, അവർ കന്നഡ മാത്രമേ സംസാരിക്കുകയുള്ളൂ, അവർ വന്നിട്ട് നമ്മുടെ അടുത്ത് പറയുകയാണ്, ഞങ്ങളുടെ ആ കരയിലേക്കൊന്ന് വരണം, കന്നഡ മീഡിയക്കാരൊന്നും അങ്ങനെ വരുന്നില്ല, നിങ്ങൾ കൂട്ടത്തോടെ ഇവിടെ വന്ന് കണ്ടു, നിങ്ങളൊന്ന് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ നമ്പർ നമുക്ക് തരികയാണ്. നമ്മൾ കുറച്ച് ആൾക്കാരോട് അത് പറഞ്ഞിട്ട് ഇന്നിപ്പം ചില മീഡിയകൾ അവിടെ നിന്നാണ് ഡ്രോൺ, അക്കരെ കരയിൽ നിന്നാണ് ഡ്രോൺ പറത്തുന്നത്. അപ്പോൾ ആ ഭാഗത്ത്, അതായത് ഈ കരയിൽ നിന്ന് നമുക്ക് കാണാം ആ 6 വീട് തകർന്ന പ്രദേശം മൊത്തം തല്ലി നിരപ്പാക്കിയിരിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ഇവർ 7 ബോഡി കിട്ടിയ ചൊവ്വാഴ്ചയോടുകൂടി, ബുധനാഴ്ചയോടുകൂടി അവർ പരിപാടി മതിയാക്കി. ഈ 2 കന്നഡക്കാർ, ഇന്നിപ്പം കാർവാർ MLA സംസാരിക്കുമ്പോൾ പറയുന്നത് ഒരു കന്നഡക്കാരനും അർജുനും എന്നാണ്, 2 കന്നഡക്കാരനും ഒരു അർജുനും എന്നാണ് നമ്മൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത്. ഇവിടുത്തെ മീഡിയകൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് 2 പേരല്ല 3 പേർ എന്ന രീതിയിൽ കന്നഡയിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പോലും ധാരണയില്ലാത്ത വെച്ച് കഴിഞ്ഞാൽ ആൾ മിസ്സിങ് ആയാൽ ആ മിസ്സിങ് ആയ ഫാമിലി വന്നിട്ട് ഇവിടെ കരഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്സിങ് ആയിട്ട് കൂട്ടും. അതിനെ സംബന്ധിച്ചൊരു പ്ലാനിങ്ങോ അത് സംബന്ധിച്ചുള്ള എന്താണ് കാര്യങ്ങൾ നടക്കുന്നത് ഒന്നുമില്ല. ഇപ്പം നമ്മൾ നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തുക, ഏതാണ്ട് 150ഓളം മലയാളികൾ കൂടി അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. അത് സൈന്യത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ്. ഇവിടുത്തെ പോലീസോ റവന്യൂ അധികാരികളോ ഒന്നും അങ്ങോട്ടേക്ക് അടുപ്പിക്കുന്നില്ല. അപ്പോൾ സൈന്യത്തിൻ്റെ ഇപ്പം രഞ്ജിത്ത് ഇസ്രയേലി എന്ന് പറഞ്ഞ തിരുവനന്തപുരം സ്വദേശിയുടെ നേതൃത്വത്തിലാണ് അത് നടത്തുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ മുമ്പേ ലോറി ഉടമ മനാഫ് അതിനകത്തുനിന്ന് കരഞ്ഞുകൊണ്ട് വരികയാണ്. മാധ്യമപ്രവർത്തകരൊക്കെ പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ്. രഞ്ജിത്തിനെ തല്ലിയെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം? എല്ലാ മാധ്യമങ്ങളൊക്കെ പറഞ്ഞാൽ ഇന്ന പ്രദേശത്ത് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പം പോലീസ് തടയാണ്. കാരണം സൈന്യത്തെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യരുത്, അങ്ങനെ വ്യാഖ്യാനിച്ചു. അതായത് സൈന്യത്തെ ഡിസ്റ്റർബ് ചെയ്യുകയാണ് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള രക്ഷാപ്രവർത്തകർ എന്ന് ആരോപിച്ചുകൊണ്ട് മർദ്ദിക്കുന്നൊരവസ്ഥയാണ്. തല്ലി എന്നാണ് പറയുന്നത്. അപ്പം ഈ മാധ്യമപ്രവർത്തകരൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ മർദ്ദിക്കുന്ന വിഷ്വൽ ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ആ സമയത്തുള്ള ഒരു
തർക്കം ഒക്കെ മനാഫിൻ്റെ മൊബൈൽ ഉപയോഗിക്കാനും അവർ ആ സമയത്ത് സമ്മതിച്ചിട്ടില്ല. അപ്പോൾ മാധ്യമങ്ങളെ അങ്ങോട്ട് കടത്താത്തത് പോലീസിന്റെ ആ ഒരു ഈഗോ ആണ്. കാരണം ഈ പോലീസിന്റെ കർണാടക പോലീസിന്റെ മാധ്യമങ്ങളെ അങ്ങോട്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. കാരണം ക്യാമറ അടക്കം പിടിച്ചു വാങ്ങുന്നതിലേക്കൊക്കെ പോയ സംഭവഗതികൾ. ഈ ഒരു ജാഗ്രത അവിടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഘട്ടത്തിലും കണ്ടതില്ല ഈ കാക്കിധാരികളിൽ നിന്ന്. അതെ, കേൾക്കുന്നില്ല ശ്രീപായം. അതെ, ഇത് ശാസ്ത്രീയമായ രക്ഷാപ്രവർത്തനത്തിന് സമയത്ത് ഈ മാധ്യമ കേൾക്കുന്നില്ലേ? അതെ, പറഞ്ഞോ. ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് ഇപ്പോൾ സൈന്യമൊക്കെ ഇറങ്ങി നിൽക്കുന്ന ആ സമയത്ത് ചിലപ്പം മാധ്യമപ്രവർത്തകർ വല്ലാണ്ട് പോകുന്നത് ചിലപ്പം ഡിസ്റ്റർബൻസ് ആയിരിക്കും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ നടക്കുന്ന ഈ ഇപ്പോൾ മനാഫ് തിരിച്ചു വന്ന് പേഴ്സണൽ പറയുന്നത് ഈ നമ്മൾ ആരും റിപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് ഈ ലോറികളൊക്കെ മൂവ്മെൻറ്റ് വളരെ കുറവാണ്. അതായത് ഇപ്പം കൊണ്ടുവന്ന JCBകളിൽ 2 തകരാറായിട്ട് കടന്നു. തുടർച്ചയായിട്ട് ജോലി ചെയ്തിട്ട് ഒരു 4 മറ്റേ ടിപ്പർ ലോറിയും അവിടെ ബാക്കിയായി. അപ്പോൾ പകരം വണ്ടി എത്തിക്കാനുള്ള സംവിധാനമില്ല. കാരണം എന്താ, ഇത്ര ലോറി, ഇത്ര JCB, ഇത്ര ഉപകരണങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിയുമ്പം അതിനപ്പുറത്ത് വേറെ എത്തണം എന്നില്ല ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയില്ല. അപ്പോൾ കേരളത്തിലൊരു രക്ഷാപ്രവർത്തനമാണെങ്കിൽ ലോറി ഉടമകളാകട്ടെ JCB ഉടമകളാകട്ടെ എല്ലാവരും അവരുടെ വാഹനങ്ങളുമായിട്ട് ഇരച്ചെത്തുന്ന അനുഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരും വരുമായിരുന്നു, നാട്ടുകാർ വരുന്നത്, പക്ഷേ അവിടത്തേക്ക് അടുപ്പിക്കുന്ന ഒരു രീതിയില്ല. ഇപ്പോൾ നമ്മൾ ഈ മലയാള മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ഇടപെട്ടതുകൊണ്ട് വളരെ അത്ഭുതത്തോടു കൂടി ആൾക്കാർ ജനവാസം കുറഞ്ഞ മേഖലയാണ്. അക്കരക്കരയിൽ നിന്നൊക്കെ വന്നിട്ട് അത്ഭുതത്തോടെ നമ്മൾ നോക്കിയിട്ട് ഇന്നിപ്പോൾ 7ാം ദിവസമായി. ഈ 7ാം ദിവസം ഇന്നാണ് അവിടെ ഉച്ചയ്ക്ക് ഈ നാട്ടുകാർ കുറച്ച് ചെറുപ്പക്കാർ അവിടത്തേക്ക് ഭക്ഷണം, അതായത് അവർ ഇവിടുത്തെ ആൾക്കാർ വന്നിട്ട് അവർ നമുക്ക് ഭക്ഷണം വിതരണം ചെയ്യും. അവർ പേഴ്സണൽ ടോക്കിൽ പറയുന്നത് ഇവിടെ അങ്ങനത്തെ ഒരു രീതിയേ ഇല്ല, ഈ സംഗതി ഇങ്ങനെ സജീവമായിട്ട് നിലനിർത്തിയ നിങ്ങൾ അവിടെ നിന്ന് വന്നുകൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം തരുന്നു. ഇവിടുത്തെ ഗ്രാമീണരായിട്ടുള്ള യുവാക്കൾ വാഹനത്തിൽ കൊണ്ടുവന്നിട്ട് അവർ കന്നഡ ഫുഡ്, ഞങ്ങളെല്ലാം ഉച്ചയ്ക്ക് അതാണ് കഴിച്ചത്, അവർ വിതരണം ചെയ്യുകയാണ്. അതായത് കേരളത്തിൻ്റെ ഒരു അനുഭവം, കേരളത്തിൻ്റെ നമ്മുടെ ഒന്നിച്ച് ചേർന്നിട്ട് നടക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ആ അനുഭവം 7ാം ദിവസത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഈ സന്നദ്ധ പ്രവർത്തനം കണ്ടിട്ട് ഇവിടുത്തെ നാട്ടുകാർക്ക് തോന്നുകയാണ്. പക്ഷെ അപ്പോഴും ഈ പറയുന്ന പോലെ ചെക്ക് പോസ്റ്റ് ബാരിയർ ഇട്ടിട്ട് അതിനപ്പുറത്ത് അവരെ കടത്തുന്നില്ല. ഈ കുറേ ഇപ്പുറത്ത് വന്നിട്ട് ഡെസ്ക് ഇട്ടിട്ട് അവിടെ ഭക്ഷണം സപ്ലൈ ചെയ്യണം. മാധ്യമപ്രവർത്തകരാണെന്ന് കഴിച്ചു. മലയാളികളായിട്ടുള്ള അതിനകത്തുള്ളവർ മനാഫിൻ്റെ ലോറി ഉടമ മനാഫിൻ്റെ കൂടെ കുറച്ച് തെരച്ചിലുകാരും തിരിച്ചിങ്ങോട്ട് വന്നത്, ഒരു 10-30ഓളം മലയാളികൾ തിരിച്ചിങ്ങോട്ട് വന്നു. അവരെ പോലും അവരുടെ സമീപനങ്ങളെ പോലും മാറ്റുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഈ കേരള മോഡൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വള്ളത്തോൾ പാടിയത് അക്ഷരാർത്ഥത്തെ അനുഭവിക്കുന്നത് ഇപ്പോഴാണ്. ഞാൻ തീർച്ചയായിട്ടും ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, താങ്കളാണ് ഹർജി നൽകിയത് സുപ്രീം കോടതിയിൽ അടിയന്തരമായ ഇടപെടലിന്. അതൊരു പക്ഷേ വളരെ ഫലപ്രാപ്തി ഉണ്ടായേനെ. പക്ഷേ സുപ്രീം കോടതി ഇന്നത് ഹൈക്കോടതിയോട് പരിഗണിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളായി ഞങ്ങൾക്ക് നൽകാനുള്ളത് ശ്രീ സുഭാഷ്? നമ്മൾ ഇതിനകത്ത് പ്രധാനമായും അടിയന്തരമായിട്ടുള്ള ഇടപെടൽ, ആർമിയുടെ ഉൾപ്പെടെയുള്ള അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഹർജി ഇന്നലെ നൽകിയത്. അത് ഇന്ന് തന്നെ സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് പരിഗണിച്ച സമയത്ത് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇതിൽ കുറെ കൂടി ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുക കർണാടക ഹൈക്കോടതിക്കാണ്. കർണാടകയുടെ ജുഡിഷ്യനകത്ത് നിൽക്കുന്നതാണ്. ഹൈക്കോടതിക്ക് കൂടുതൽ വിപുലമായ അധികാരങ്ങളുണ്ട്. സുപ്രീം കോടതിയിലാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില സാങ്കേതികമായുള്ള ചില പ്രയാസങ്ങളുണ്ട്. സ്വാഭാവികമായും നോട്ടീസ് അയക്കുകയും പിന്നീട് അതിന് മറുപടി വരികയും തുടങ്ങി ഇത്തരത്തിലുള്ള ഒരു വളരെ സമയബന്ധിതമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ, ഇടപെടലായതുകൊണ്ട് തന്നെ അതിൽ കുറെ കൂടി ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുക കർണാടക ഹൈക്കോടതിക്കാണെന്നും നിങ്ങൾ അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ ആ ഹർജി പരിഗണിക്കണമെന്ന് കർണാടക ചീഫ് ജസ്റ്റിസിന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഹർജി തീർപ്പാക്കിയിരിക്കുന്നത്. അതേ തുടർന്ന് ഞങ്ങൾ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് കർണാടക ഹൈക്കോടതി മുമ്പാകെ ഇക്കാര്യം മെൻഷൻ ചെയ്യുകയുണ്ടായി. സുപ്രീം കോടതി ഉത്തരവ് ലഭ്യമാകുന്ന മുറയ്ക്ക് അവിടെ അക്കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി രജിസ്ട്രാറെ കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞങ്ങളുടെ അഭിഭാഷകൻ ഇപ്പോൾ അവിടെ വീണ്ടും ചീഫ് ജസ്റ്റിസിന് മുൻപാകെ കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി അവിടെ തയ്യാറായി നിൽക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, കാരണം കേരളം ഇടപെട്ടപ്പോഴാണ് ഈ രീതിയിലെങ്കിലും ഒന്ന് ഊർജ്ജവത്തായത്. ഈ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടാൽ ഒരുപക്ഷെ സമഗ്രമാകും അല്ലേ? ഈ ഘട്ടത്തിൽ സ്വാഭാവികമായി ഇപ്പോൾ നിലവിലുള്ള ഇതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അധികാരികൾക്ക് എല്ലാവർക്കും, അത് ഭരണതലത്തിലായാലും ഉദ്യോഗസ്ഥ തലത്തിലായാലും എല്ലാവർക്കും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്ന സമയത്ത് ആ ഉത്തരവ് നിർവഹിക്കാൻ വേണ്ടി, ശിരസഹ വഹിക്കാൻ വേണ്ടി ഇവരെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഇതിനകത്ത് കുറെ കൂടി ഫലപ്രദമായിട്ടുള്ള ഇടപെടൽ നടത്താൻ സാധിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളെ കർണാടകയിലുള്ള ബാംഗ്ലൂരിലുള്ള
സുഹൃത്തുക്കളായ അഭിഭാഷകർ ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഡൽഹിയിൽ ഇരുന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇക്കാര്യങ്ങൾക്ക് ഒരു പുരോഗതി, നിയമപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ ഇന്ന് തന്നെ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുമല്ല, അധികൃതരിൽ ബാധ്യതപ്പെട്ട ഡ്യൂട്ടികൾ ചെയ്യാത്തതും ഒരുപക്ഷെ കോടതിയുടെ വിമർശനത്തിന് വിധേയമായേക്കാം. സ്വാഭാവികമായും ഞങ്ങൾ ഇന്ന് സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ പറഞ്ഞു. 7 ദിവസമായി ഒരു മനുഷ്യൻ അവിടെ ഭൂമിക്കടിയിലാണ്, അദ്ദേഹത്തിന് ജീവൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പറഞ്ഞപ്പോൾ അവർ അടിയന്തരമായി ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈ കേസിനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്, നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഈ സാങ്കേതികമായി ഇതിൽ കുറെ കൂടി ഫലപ്രദമായി ഇടപെടാൻ സാധിക്കുക കർണാടക ഹൈക്കോടതിക്ക് ആയതുകൊണ്ട് നിങ്ങൾ അവിടേക്ക് പോകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശം കൂടി ഉത്തരവിനകത്ത് രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് തന്നെ പരിഗണിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ അടിയന്തര സ്വഭാവം കൂടി സുപ്രീം കോടതി ഉത്തരവിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടാണ് അവർ പിന്നെ ഇപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തീർച്ചയായും, കാരണം ഒരു മലയാളിയും പൊതുപ്രവർത്തകനുമാണ്. താങ്കളോട് പ്രത്യേകിച്ച് നന്ദി പറയേണ്ടതില്ല. എങ്കിലും ഈ ഘട്ടത്തിൽ താങ്കൾ നടത്തിയ ഇടപെടൽ വളരെ ശ്ലാഘനീയമാണ്. അതിന് പ്രത്യേക നന്ദി ഓരോ മലയാളിയുടെയും താങ്കളെ അറിയിക്കുന്നു. തീർച്ചയായും അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു. സൈന്യത്തിൻ്റെ സഹായത്തോടു കൂടി ആണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. ഏകദേശം സൈന്യം തന്നെയാണ് തെരച്ചിൽ നടത്തുന്നത്. ഒപ്പം കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തനത്തിൻ്റെ സംഘമുണ്ട്. പൂർണ്ണമായും കർണാടക സർക്കാർ സംവിധാനങ്ങൾ അവിടെ നിന്ന് മാറി നിൽക്കുന്നൊരു ഘട്ടം കൂടിയാണ് ഇപ്പോഴുള്ളത്. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. മാത്രമല്ല, മലയാളികളോട് മാറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു കർണാടകയിലെ ചില പോലീസ് എന്നത് അലോസരങ്ങൾ സൃഷ്ടിക്കുകയാണ് അവിടെ. എന്തായിരുന്നാലും തെരച്ചിൽ തുടരുകയാണ്. ആദ്യം കണ്ട 2 സിഗ്നലുകളിൽ അടുത്തേക്ക് എത്തിയെങ്കിൽ പോലും അത് ലോറി അല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിരാശയാണ്. ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക്, അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇത്തരം അനുഭവങ്ങൾ കൂടുതലുള്ള ശ്രീ കേണൽ ഹേമന്ത് രാജ് നേരത്തെ നമ്മളോട് പങ്കുവച്ചത് മറ്റ് ഘട്ടങ്ങളിലേക്ക് പോകും. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കൂടി ചേർത്ത് സൈന്യത്തിൻ്റെ ഈ ഒരു ഇടപെടൽ നേരത്തെ വേണമായിരുന്നു, ഇപ്പോൾ വളരെ സമഗ്രമാകും. അത് മാത്രമല്ല, ഒരിടത്ത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തടുത്തേക്ക് പോകും. ഇത് മെറ്റലാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. മെറ്റലാണ് ഈ പെനട്രേറ്റിംഗ് സംവിധാനം, GPRS സംവിധാനം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ മെറ്റൽ എന്ന അർത്ഥത്തിൽ ഒരുപക്ഷെ ലോറിയുടെ തന്നെ ആകണമെന്നില്ല, വേറെ ഏതെങ്കിലും മെറ്റൽ ഉണ്ടെങ്കിലും അത് മെറ്റലായി തന്നെ ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് ഒരുപക്ഷെയാണ് നിരാശ വരുന്നത്. പക്ഷേ അവിടെ വീണ്ടും മറ്റ് സ്ഥലങ്ങളിലേക്ക് ദൃക്സാക്ഷികളുടെ കൂടി ഒക്കെ അവരുടെയൊക്കെ കാഴ്ചകളുടെ അനുഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അത് പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ലോറി കണ്ടെത്താനാകും എന്ന് തന്നെയാണ് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നത്. കാരണം പെട്ടിമുടിയിലടക്കം നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കേണൽ ഹേമന്ത് രാജാണ് അല്പം മുമ്പ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അദ്ദേഹത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് പോകാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ രാജ്ഗോപാൽ കമ്മത്ത്, സുഭാഷ് ഗുണാക്കേവിൽ നിന്ന് രക്ഷപ്പെട്ട സുഭാഷ്, ഇതിനകത്ത് നിർണായകമായ വ്യവഹാരങ്ങളിലേക്ക് ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ എന്നിവരൊക്കെയാണ് നമ്മളോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം വിനോദ് പായം, മാധ്യമപ്രവർത്തകൻ, ഈ ദിവസങ്ങളിലൊക്കെയും അവിടെ തുടർന്നിരുന്ന വിനോദ് പായം എന്ന മാധ്യമപ്രവർത്തകൻ കൂടി അദ്ദേഹം കണ്ട കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ആ വിനോദ് പായത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോയാൽ, വിനോദ് പായം, ഇനി പ്രതീക്ഷ ബാക്കിയായി ഉള്ളത്, കാരണം ഇന്നലെ റവന്യൂ അധികൃതരും അല്ലെങ്കിൽ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ പറഞ്ഞത് പോലും പല വിധത്തിലുമുള്ള എററുണ്ട്, അതിനകത്ത് ഫാക്ച്വൽ എററുണ്ട്. അതിപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അവിടുത്തെ മുഴുവൻ സിസ്റ്റത്തിൻ്റെ പ്രതിഫലനമാണത് അവർ വഴി പ്രതികരിച്ചത്. അത് സ്വാഭാവികമായിരിക്കാം. പക്ഷേ ഈ ആദ്യഘട്ടങ്ങളിൽ നമ്മളോട്, കൈരളി ന്യൂസിനോട് അടക്കം അവിടുത്തെ SP പറഞ്ഞത് 9 മണിക്ക് തെരച്ചിൽ നിർത്തും എന്നാണ്. പക്ഷേ 5 മണിയോടുകൂടി തെരച്ചിൽ നിർത്തിയെന്നാണ് അവിടെ നിന്നും കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ ചെന്നതിന് ശേഷമാണ് ശാസ്ത്രീയമായിട്ടെങ്കിലും ഈ കാര്യങ്ങളെ കൂടുതൽ വികസിപ്പിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ. ഇതാണ് നാം കണ്ടത്. ഇപ്പോൾ സൈന്യം കൂടി വരുന്നതോടുകൂടി വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായും സൈന്യം വളരെ ശാസ്ത്രീയമായി തന്നെയാകും അവിടെ പരിശോധനകൾ നടത്തുക. ഈ 2 ഘട്ടങ്ങളും കഴിഞ്ഞ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എപ്പോഴാണ് നീങ്ങുന്നത് സൈന്യം? നമ്മളിപ്പം രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ സൈന്യം ഇന്നലത്തോടുകൂടി രംഗത്തിറങ്ങുമ്പം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം മൊത്തം ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തന രീതിയുണ്ട്. പിന്നെ രാവിലെ 6 മണിക്ക് തന്നെ, അത് ലൈറ്റ് വരുമ്പോൾ തന്നെ 6 മണിക്ക് തന്നെ തുടങ്ങും എന്ന് വിചാരിക്കുക. രാത്രി പ്രതികൂല കാലാവസ്ഥയുടെ പേരിലാണ് അവർ മാറ്റി നിൽക്കുന്നത്. ഇപ്പം നല്ല തെളിഞ്ഞ വെയിലും കാലാവസ്ഥയ്ക്കുള്ള, ഇന്നലെ മഴയുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം നമ്മളിപ്പോൾ 7 ദിവസമായി, എന്ത് വിഷയം വന്നാലും അവർ രാവിലെ ഒരു 9:30-10 മണിയാണ് സർവ്വസന്നാഹങ്ങളും അടവെത്താൻ. അതായത് നിങ്ങൾ നോക്കൊരു ഒഫീഷ്യൽ ഡ്യൂട്ടി പോലെ 9-9:30 ഡ്യൂട്ടിയോട് മാത്രമേ അവിടെ ഫുൾ ഫ്ലഡ്ജ് ആവുള്ളൂ. അതായത് 4 JCB, 5-6 പിന്നെ ലോറി, ആ കാര്യങ്ങളൊക്കെ ഫുൾ ഫ്ലഡ്ജ് ആവാൻ 9-9:30 ആവണം.
വൈകിട്ട് നമ്മൾ പിന്നെ ഇപ്പോൾ കോഴിക്കോട് നിന്നൊക്കെ എം കെ രാഘവൻ MP യോടൊക്കെ നമ്മൾ ഇന്നലെ ചോദിച്ചാണ് സൈന്യമൊക്കെ ഇറങ്ങിയില്ലേ ത്രൂഔട്ട് തെരച്ചിൽ നടത്തില്ലേ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ രാത്രി മൊത്തം ഇറങ്ങാൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്നില്ല. ഇന്നലെ നിർത്തിയത് 7 മണിക്കാണ് പറയുന്നത്. പ്രതികൂല കാലാവസ്ഥ. ഇന്നലെ വൈകിട്ട് അല്പം മഴയുണ്ടായിരുന്നു. പിന്നെ മന്ത്രി വന്നിട്ട് കരയിൽ ആളില്ല എന്ന് പ്രഖ്യാപിച്ച് 7 മണിയോടുകൂടി എല്ലാവരും അവിടെ നിന്ന് പിരിയാണ്. പിന്നെ അനാഥമായ മൺപ്രദേശമാണ് അവിടെയുള്ളത്. എല്ലാ ദിവസവും രാത്രി 8-നും 8:30 പിന്നെ പരിപാടി നിർത്തുകയാണ്. അപ്പോൾ എന്താണ്, നമ്മൾ പകൽ നടത്തുന്ന ഒരു ജോലി മാത്രമായിട്ട് ഈ രക്ഷാപ്രവർത്തനം പോലും തുടരുന്നു. നമുക്ക് ഈ മണ്ണിനടിയിൽ അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ് കേരളം മൊത്തം ഇപ്പോഴും വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലേക്കാണ് ഇങ്ങനെ ഒഫീഷ്യൽ ഡ്യൂട്ടി പോലെ രാവിലെ 10 to വൈകിട്ട് 7 മണി വരെ എന്നുള്ള ഒരു ഒഫീഷ്യൽ നമ്മൾ കണ്ടതും കേട്ടതും ചടങ്ങ് ഇപ്പോൾ ഈ 7 ദിവസമായി സൈന്യം വന്നതിന് ശേഷവും ശ്രീ പായം 7 ദിവസമായി മലയാളികളുടെ മുഴുവൻ കണ്ണും കാതും കരളും ഒക്കെ അവിടെയാണ്, ആ മണ്ണിലാണ്, ആ കർണാടകയുടെ മണ്ണിലാണ്. ഈ പറഞ്ഞത് കേട്ട് വെച്ച് നോക്കുമ്പോൾ ഈ പുഴയിലേക്ക് പോകുന്നതിനുള്ള സാധ്യത എത്ര കണ്ടാണ് കാണുന്നത്? ഭൂമിശാസ്ത്രപരമായി എങ്ങനെയാണ് അതിൻ്റെ സാധ്യത? കാരണം ഇവിടെയില്ല, മണ്ണിനടിയിലില്ല. ദൃക്സാക്ഷികൾ പറഞ്ഞത് തെറ്റാണ്. അത് ഒഴുകി എങ്ങനെയോ ഈ നദിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നിന്നാണ് 7 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതൊക്കെയാണ് അധികൃതർ ആദ്യഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം വരെയും. അതെ 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 ഇപ്പം അതിൻ്റെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടൊരു 100 മീറ്റർ വീതിയിൽ ഒരു 4 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് നിരങ്ങി വന്നു പോയിരിക്കുകയാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള 90 ഡിഗ്രി ആംഗിളിൽ ഏറ്റവും കോർണറിൽ ആ വണ്ടി ഉണ്ടെങ്കിൽ ഈ മല മൊത്തം നിരന്ന് പുഴ വരെ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെരിവാണ് രൂപപ്പെടുന്നത്. ആ ചെരിവിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ കരയിൽ 2 ദിവസമായി തുടർച്ചയായിട്ട് സെർച്ച് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ബുധനാഴ്ച പുഴയിൽ ഇല്ല എന്ന് നേവി സംഘം, ഇവിടുത്തെ SDRF സംഘവും പുഴയിലില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് മൊത്തം തുടർച്ചയായിട്ടും ഈ 2-3 ദിവസവും നമ്മൾ കരയിൽ തെരച്ചിൽ നടത്തിയത്. ഇപ്പോൾ ഈ 4 മണിക്ക് നമ്മളിങ്ങോട്ട് വരുമ്പം ഈ സിഗ്നൽ കിട്ടിയിട്ടുള്ള 2 പോയിന്റിലും മൊത്തം അടിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടും ഇല്ല എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത്. ഇനിയിപ്പം 2 സാധ്യതകളാണ്. അത് ഇന്നലെ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഏതാണ്ട് 20-25 അടി താഴ്ചയുള്ള പുഴ, വലിയ പുഴയാണ്. ഈ പുഴയുടെ നടുവിൽ വലിയ മൺകൂന, അതായത് ഈ കുന്നിലുള്ള എല്ലാ മണ്ണും 10,000-കണക്കിന് ടൺ മണ്ണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതിന് മുമ്പേ ഒരു ടാങ്കർ ലോറിയൊക്കെ ഒഴുകി പോയിട്ടുണ്ട്. അത് അപ്പുറത്ത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഈ മൺകൂനയ്ക്ക് ഒപ്പം തന്നെ പോയിട്ട് അതിൻ്റെ അടിയിലായിരിക്കും ഉണ്ടാകുമെന്നാണ് ഇന്നലെയൊക്കെ ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് സൈന്യത്തിൻ്റെ ആ ഡിറ്റക്ടറിൽ നിന്ന് നമുക്ക് കരയിൽ നിന്ന് 2-3 സൂചനകൾ കിട്ടിയതുകൊണ്ടാണ് ഇവിടെ തെരച്ചിൽ സജീവമാക്കിയത്. ഇന്നിപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് അവിടുത്തെ MLA, ഇവിടെ കാർവാർ MLA പറഞ്ഞത് ഇനിയിപ്പം അദ്ദേഹം ത്രൂ ഔട്ട് പറയുന്നത് ഈ കേരളത്തിലെ രക്ഷാപ്രവർത്തകർ പറഞ്ഞ പോലെ തന്നെയാണ്. ഈ പോലീസ്, ഈ MLA മൂവ് ചെയ്യുന്ന സമയത്ത് പിന്നെ പോലീസിൻ്റെയാണ് ഭരണം അവിടെ. അവരാണ് ഈ നമ്മുടെ രക്ഷാപ്രവർത്തകരെയൊക്കെ ഒഴിവാക്കുന്നത്. ഈ മീഡിയയുടെ സമ്മർദ്ദത്തിൽ MLA പറയുന്നത് ഈ നിങ്ങളൊക്കെ പറയുന്ന പോയിന്റിൽ തന്നെ നമ്മൾ സെർച്ച് നടത്താം. ഇപ്പം മിക്കവാറും കരയിൽ അത്ര പ്രതീക്ഷ നമുക്കില്ല. കരയിൽ ഇല്ല എന്നാണ് ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞത്. എന്നിട്ടാണ് ഇന്ന് നമുക്ക് സിഗ്നൽ കിട്ടിയത്. പക്ഷെ അതിൽ പ്രതീക്ഷയില്ല എന്ന് പറയുന്നു. ഇനി പുഴയുടെ സ്വാഭാവികമായും ഇപ്പോൾ വിനോദ് പായം പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ച് നോക്കുമ്പോൾ ഈ 90 ഡിഗ്രിയിൽ നിൽക്കുന്ന ഒരു 4 നില കെട്ടിടത്തിൻ്റെ പൊക്കം, സ്വാഭാവികമായും അതിൻ്റെ ചുവട്ടിലായിരിക്കുമല്ലോ ഈ അർജുൻ്റെ ലോറി ഉണ്ടാവുക. മേളിൽ നിന്ന് ഇടിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ അതൊരു പക്ഷേ പുഴയിലേക്ക് പോകുന്നു. ഈ മേളത്തെ ഒരു ലെയറായിരിക്കും പുഴയിലേക്ക് സ്വാഭാവികമായി പോകുക. അത് 10 കണക്കിന് മണ്ണുണ്ടാകാം. പക്ഷേ അപ്പോഴും ഇതിനടിയിലാകാനാണ് സാധ്യത. അവിടെ നിന്നും ഷിഫ്റ്റായി പുഴയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ലല്ലോ. അതായത് ഇല്ല, അത് നമ്മുടെ ആ ഒരു കൺസെപ്റ്റിലായിരുന്നിരിക്കാം അങ്ങനെ സെർച്ചിങ് നടത്തിയത്. അതെ, ആ ഒരു കൺസെപ്റ്റിലായിരിക്കാം കരയിൽ തന്നെ സെർച്ചിങ് തുടർന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെയും നമുക്ക് അങ്ങനെ പ്രതീക്ഷ ഇല്ലാതിരിക്കുമ്പോൾ വേറൊരു അഭിപ്രായം പറയുന്നത് ഈ ചുമരിൻ്റെ ഈ മൺതിട്ടയുടെ താഴെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള തള്ളൽ വന്നിട്ട് ഈ ലോറിയെയും കടത്തി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവാം എന്ന രീതിയിൽ അനൗദ്യോഗികമായിട്ട് സംസാരിക്കുമ്പോൾ രക്ഷാപ്രവർത്തകരൊക്കെ നമ്മളോട് പങ്കിടുന്നുണ്ട്. ആ അർത്ഥത്തിൽ മൺകൂനയ്ക്കടിയിൽ അങ്ങനെയാണെങ്കിൽ ഈ പുഴ കടലിൽ ചെല്ലുന്ന ഭാഗമുണ്ടല്ലോ, ഈ മൺതിട്ടയിൽ തങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പുഴ കടലിൽ ചേരുന്ന ഭാഗത്ത് തപ്പേണ്ടി വരില്ലേ, തിരയേണ്ടി വരില്ലേ? അവിടെ അതെ, അതിപ്പം 7 മൃതദേഹങ്ങളും അതിൽ 5ഉം കിട്ടിയിരിക്കുന്നത് ഈ ഗോകർണം തീരത്തു നിന്നാണ്. അതൊരു കുട്ടിയുടെയൊക്കെ അതിഭീകരമായിട്ടുള്ള എത്ര കിലോമീറ്റർ ഉണ്ട് കടലിലേക്ക്? എത്ര കിലോമീറ്റർ ഉണ്ട് പുഴയിൽ നിന്ന്? അവിടെയാണ് അതായത്
ഇവിടുന്ന് 30 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ഗോകർണ അഴിമുഖത്തേക്ക്. അവിടെയാണ് ഈ ബോഡി കണ്ടത്. അവിടത്തേക്ക് ആ സ്പീഡിൽ തന്നെ അടിച്ചു പോയത്. പക്ഷേ ഇത് ഏതാണ്ട് 40 ടൺ ഭാരമുള്ള ലോറി ആയതിനാൽ അങ്ങനെ പോകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് രക്ഷാപ്രവർത്തകരും വിദഗ്ധരും ഒക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശ്രീ കമ്മത്ത് ആദ്യഘട്ടത്തിൽ വെള്ളത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആദ്യ ദിവസങ്ങളിലൊക്കെ സിഗ്നലുകൾ മൊബൈലിൽ നിന്ന് ലഭിച്ചില്ലേ വീട്ടുകാർക്ക്? കുറവാണ്. കാരണം വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ടെറൈനെ കുറിച്ച് ഈ ടി വിയിൽ കണ്ടുള്ള അറിവേ ഉള്ളൂ. അതെ അതെ, തീർച്ചയായും നമുക്കൊക്കെ ആ പരിമിതി ഉണ്ട്. റെസ്ക്യൂ അസാധ്യമാണ്, റെസ്ക്യൂ പ്രതീക്ഷയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മണ്ണിന്റെ അടിയിലായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം മറ്റേത് തടിയല്ലേ നിർത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ട്രേസസ് എവിടെയെങ്കിലും കാണണ്ടേ? അപ്പൊ അത്തരത്തിലുള്ള ട്രേസസ് ഒന്നും ഇതുവരെ കണ്ടെടുത്തിട്ടില്ലല്ലോ. മറ്റേ ടാങ്കറിന്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. ടാങ്കറിന്റെ ചിത്രങ്ങൾ ആണെങ്കിൽ തന്നെ ഉയർന്നു പൊങ്ങി കിടക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പൂർണ്ണമായിട്ടും താഴ്ന്നു പോയിട്ടില്ലല്ലോ ടാങ്കർ. അപ്പോൾ അത് അതിനകത്ത് വായു ഉണ്ട്, അതുകൊണ്ടാണ് അത് ഇങ്ങനെ ഉയർന്നു പൊങ്ങിയിരിക്കുന്നത്. ഇതിൽ തടി നിറച്ചിട്ടുള്ളതുകൊണ്ട് എന്തായാലും തടിയുടെ ഭാഗങ്ങൾ പുഴയിൽ കാണേണ്ടതായിരുന്നു, അത് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് തീർച്ചയായും ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. സൈന്യം സ്ഥിരീകരിക്കുകയാണ് കരയിലില്ല ലോറി എന്ന്. അതായത് അർജുനെ കരയിൽ ഉള്ള തെരച്ചിൽ ഏതാണ്ട് മതിയാക്കുന്നു, അത് പൂർണ്ണമാകുന്നു. കരയിൽ ലോറി ഇല്ല എന്ന് പൂർണ്ണമായും വ്യക്തമാവുകയാണ്. കേണൽ ഹേമന്ത് രാജ് ഈ ഘട്ടത്തിലുണ്ടെങ്കിൽ, ശ്രീ കേണൽ ഹേമന്ത് രാജ്, തീർച്ചയായും ശ്രീ രാജ്ഗോപാൽ കമ്മത്ത് കരയിലില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ പായം സൂചിപ്പിച്ചതുപോലെ, വിനോദ് പായം സൂചിപ്പിച്ചതുപോലെ പാളിയായി ഉള്ള ഒരു അപ്ത്രസ്റ്റ് ഉണ്ടാകും, ഒരു പക്ഷേ എന്താണ് ഒരു തള്ളലുണ്ടാവും. അതിൽ സ്വാഭാവികമായും പുഴയിലേക്ക് പോയതാകാം. ഈ തടിയും ലോറിയും കനം കൂടിയതായതിനാൽ, വെയിറ്റ് ആയതിനാൽ ഒരു പക്ഷേ ഈ രൂപപ്പെട്ട മൺതിട്ടയിൽ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അനുമാനിക്കേണ്ടി വരും ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ. ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും സുനാമി പോലെ വെള്ളം വളരെ ശക്തമായിട്ട് എത്താറുണ്ട്. അപ്പൊ അതില് ലോറിയൊക്കെ തകർന്നു പോകാം. കാരണം വളരെ വെയിറ്റുള്ള സാധനമാണെങ്കിലും ഈ വരുന്ന ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോ വെള്ളവും മണ്ണും എല്ലാം കൂടെ വരുന്നതല്ലേ, ആ ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അതൊരു ദുഃഖകരമായൊരു വസ്തുതയാണ്. കാരണം ഇപ്പോൾ കരയിലില്ല എന്ന് കണ്ടത്. പക്ഷെ നേരത്തെ തന്നെ GPS സിഗ്നലുകളൊക്കെ കരയിൽ നിന്നല്ലേ കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയത്? കരയിൽ നിന്ന് കിട്ടിയത്. അത് മാത്രമല്ല ശ്രീ പായം, ആദ്യഘട്ടങ്ങളിലൊക്കെ വീട്ടുകാർക്കും ഈ മൊബൈൽ ആദ്യ 2 ദിനം മറ്റോ വീട്ടുകാർക്ക് മൊബൈലിൽ സിഗ്നൽ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല AC സ്റ്റാർട്ടായി നിൽക്കുന്നു, അല്ലെങ്കിൽ AC ഓണായി നിൽക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ വീട്ടുകാർ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ വെള്ളത്തിലേക്ക് പോവുകയാണെങ്കിൽ അതുണ്ടാവില്ലല്ലോ. ഇല്ല, അതാണ് കാരണം. GPS സിഗ്നൽ കിട്ടി. അത് മാത്രമല്ല മൊബൈൽ റിംഗ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള സാധ്യത എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഇവര് പുഴയിൽ കരയിലില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇവിടെ ഇപ്പം സൈന്യത്തിൻ്റെ ഇത് വന്നല്ലോ. ഇന്നലെ മുതൽ തന്നെ ഇവിടുത്തെ കർണാടക അധികൃതരും മന്ത്രി അടക്കം പറയുന്നത് കരയിൽ ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള രക്ഷാപ്രവർത്തകർ ഇപ്പോൾ കമ്മത്ത് സാറൊക്കെ പറഞ്ഞ പോലെ അതിന് സാധ്യതയില്ല എന്നുള്ളൊരു നിഗമനത്തിൽ ഇവിടെ തന്നെ തുടരണമെന്ന അർത്ഥത്തിലാണ് ഇന്നും സെർച്ച് ചെയ്തത്. ഇപ്പോൾ താങ്കൾ റിപ്പോർട്ട് ചെയ്ത പോലെ സൈന്യം സ്ഥിരീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തെളിവുകളും നേരത്തെ പറഞ്ഞ അതുമൊക്കെ പൊരുത്തപ്പെടുന്നില്ല. ഇപ്പോൾ ഒരിടയ്ക്ക് കേട്ടിരുന്നു ലോറി സ്റ്റാർട്ട് ചെയ്യാൻ പോലും ശ്രമം നടന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടും ഒക്കെ വന്നതാണ്. പക്ഷേ ഇത് ഇനിയിപ്പം നമ്മൾക്ക് ഇവിടെ ഈ സൈറ്റിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ന രീതിയിൽ ഈ ഇപ്പോൾ കരയിൽ ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒരു നിഗമനമാണ്. അതിന് ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയില്ല, നമുക്ക് പറയാനുള്ള യോഗ്യതയുമില്ല. പക്ഷേ അവിടെ കാണുന്ന കാഴ്ചയ്ക്ക് നമ്മൾ ഇന്നലെയൊക്കെ ചില ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്തത് ആണ് ആ മൺകൂനക്കടിയിൽ ടൈറ്റായിട്ട് അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയൊരു സാധ്യത. പക്ഷെ അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ചില വസ്തുക്കളുമായിട്ട് ഈ പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ പൂർണ്ണമായും മണ്ണ് മാറ്റാൻ അപ്രായോഗികമാണ് അവിടെ, അല്ലേ? ഭൂമിശാസ്ത്രപരമായ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ പായം പുഴയിലെ മണ്ണ് നീക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമുള്ള കാര്യമല്ല. അത് പതുക്കെയുള്ള പ്രോസസ്സ് നമ്മൾ ചർച്ച ചെയ്തത്. ആ അർത്ഥത്തിലുള്ള ഒരു ഇത് കരയിലെ മണ്ണ് നമുക്ക് കാഴ്ചയിൽ ഒരു ഗ്രൗണ്ട് പോലെ നിങ്ങൾ തോന്നിക്കുന്നുണ്ടെങ്കിലും അവർ തീർന്നു. പിന്നെ ഈ കുന്നിലേക്ക് അവർ നീങ്ങുന്നില്ല, കാരണം അത് ഇടിയും എന്നാണ് ഇന്നലെ മുതൽ കർണാടക അധികൃതർ പറയുന്നത്. സൈന്യം അവിടെയുണ്ട്. നമ്മുടെ ഈ രഞ്ജിത്തൊക്കെ അതിൻ്റെ ഏറ്റവും ടോപ്പിലൊക്കെ പോയിട്ട് സിഗ്നൽ പിടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ തുടരുന്നുണ്ട്. പക്ഷേ സൈന്യവും ഇപ്പോൾ അങ്ങനെ റിപ്പോർട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ളത് നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും.
പിന്നെ ഈ പുഴയിലെ തെരച്ചിലാണെങ്കിൽ ഇനിയും അത് നീളാനായിരിക്കും സാധ്യത. കാരണം ഈ തീർച്ചയായും പറയുന്ന സൈന്യത്തിനും നമ്മെ കുത്തി ഒഴുകുന്ന സഹായിക്കാൻ പുഴയാണ്. കഴിയുന്നില്ലേ എന്നുള്ളതാണ് വളരെ ഏറ്റവും ഒടുവിൽ. പവർഫുൾ എന്തായിരുന്നാലും പുഴയാണ്. രണ്ട് എടുത്ത് അകത്ത് നടത്തിയ തീവ്രമായ തെരച്ചിലിൽ രണ്ടിടത്തും ലഭിച്ച സിഗ്നലുകളുടെ അടിസ്ഥാനത്തിലുള്ള തെരച്ചിലിൽ അവിടെ ലോറിയില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. കരയിൽ പൂർണ്ണമായും ലോറിയില്ല എന്നാണ് സൈന്യത്തിൻ്റെതായ ചില വിവരങ്ങൾ പുറത്തെത്തുന്നത്. എന്തായിരുന്നാലും നമുക്ക് തുടർന്നും അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരാം. അർജുനെ എത്രയും വേഗം ജീവനോടുകൂടി എത്തിക്കുന്നതിനായി കേരളത്തിലെ സംവിധാനങ്ങൾ ഊർജ്ജവത്താക്കിയതുപോലെ അതെങ്കിലും പകർന്നാടി ഒരുപക്ഷെ കർണാടക സംവിധാനങ്ങളും ഊർജ്ജവത്താകട്ടെ, സൈന്യമെങ്കിലും ആ നിരാശ മാറ്റിത്തരട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാം. എന്തായിരുന്നാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.